എങ്ങനെയുണ്ട് കുഞ്ഞിൻ്റെ ഇൻട്രോ? അപ്പൊ ഇന്ന് നമ്മൾ എല്ലാരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയതാണ്. ഞങ്ങൾ ഇന്ന് പാർക്കിൽ പോയി. അപ്പോൾ കുഞ്ഞു പറഞ്ഞതുപോലെ പാർക്കിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയത് കേട്ടോ, തൃശ്ശൂർ നെഹ്റു പാർക്കിൽ. അതിനു മുന്നേ നമ്മൾ ഒരു കുട്ടി ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫെസിയോൻ്റെ മുമ്പിൽ ഫ്ലാറ്റ് 50% ഓഫറിന് കണ്ടത്. അപ്പോൾ പിന്നെ അവിടെ അങ്ങോട്ട് ചാടി ഇറങ്ങിയത് എന്തായാലും വെറുതെ ആയില്ല, പക്ഷെ കുറച്ചുകൂടെ മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു. കാരണം നമുക്ക് വേണ്ട സൈസിനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് വേഗം കയറി ഇറങ്ങാം, അതിനുശേഷം പാർക്കിലൊന്ന് പോയി ചില്ല് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അവിടെ കയറി പെട്ടാപ്പം നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. ഷോപ്പിങ്ങിൻ്റെ മെയിൻ പ്രോബ്ലം അതാ. അതിനിടയിൽ 50% ഓഫറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടാവും, വേണ്ടത് ഏതാ വേണ്ടാത്തത് ഏതാന്നുള്ളത് ഇങ്ങനെ നോക്കി ട്രയൽ ചെയ്ത് കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ കുട്ടികളുടെ മുഖം കണ്ടപ്പോൾ നമ്മൾ പതിയെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഫസിയോലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ന്യൂ ബോൺസിനുള്ള ഐറ്റംസ് ഇല്ല. സ്റ്റാർട്ടിങ് ഒരു 2 ഇയർ തൊട്ടുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സസാണ് ഉള്ളത് അവിടെ. പിന്നെ മെൻസിനും ലേഡീസിനും കിഡ്സിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ആക്സസറീസും ഉണ്ട് നല്ലപോലെ. ബ്യൂട്ടി ഐറ്റംസ്, ചെരുപ്പ്, ബാഗ്, അങ്ങനെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. ഈ ഓഫർ ടൈമിലൊന്ന് കയറി ഇറങ്ങുകയാണെങ്കിൽ ഓണക്കോടി നമുക്ക് നേരത്തെ വാങ്ങി എടുത്ത് വെക്കാം. അതുപോലെ കളക്ഷൻസ് ഉണ്ട് അവിടെ. നമുക്ക് ഓണക്കോടി സെറ്റാക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രം ഒന്ന് എടുത്തിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തത്. പാർക്കിൽ പോയി കളിക്കാനാണല്ലോ കുട്ടികൾ ചാടിത്തുള്ളി വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ കുട്ടിക്കുറുമ്പനാണെന്ന് വെച്ചാൽ ചേച്ചിയും ചേട്ടനെയും കണ്ടപ്പോൾ എക്സ്ട്രാ എനർജി കിട്ടിയ ഒരു എഫക്റ്റിലാണ് നിൽക്കുന്നത്. പാർക്കിലെത്തുന്നതിന് മുമ്പേ കുട്ടികൾ കളി തുടങ്ങി. നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്ത് ട്രയൽ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ നന്നായി ഓടി നടന്ന് കളിക്കുകയായിരുന്നു. മറ്റ് കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ ടെറർ ആവുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ എത്തി കുറച്ച് കളിച്ചപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ മഴ കഴിഞ്ഞു പിന്നെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനായിട്ട് എപ്പോഴും അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ലല്ലോ. ഇനിയിപ്പോൾ ഓണം വരണം, ഒന്ന് ഒരുമിച്ച് കൂടണം എന്നുണ്ടെങ്കിൽ അപ്പോഴും എല്ലാവരും ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഈ വെക്കേഷൻ ആകുമ്പോഴും ഓണക്കാലം ആകുമ്പോഴൊക്കെ എല്ലാ കസിൻസും കൂടെ ഒത്തുകൂടുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടല്ലോ. വെക്കേഷൻ ആവുക, മാമൻ്റെ വീട്ടിൽ ഒത്തുകൂടുക, അങ്ങനത്തെ ഒരു കാലം അതൊന്ന് വേറെ. പക്ഷേ കല്യാണം, ജോലി, കുട്ടികൾ എന്നൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒന്ന് മാറി മറിഞ്ഞൊക്കെ വരും. എന്നാലും നമ്മുടെ മനസ്സിൽ അതെന്നും ഒരുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പണ്ടൊക്കെ ഒത്തുകൂടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമുക്ക് വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്ര കാരണങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒത്തുകൂടാൻ പറ്റിയെന്ന് വരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.